മലയാളികളടക്കമുള്ള യുഎസിലെ ഇന്ത്യൻ സമൂഹത്തിന് പ്രിയപ്പെട്ടതാണ് അരി. സോന മസൂരി, ബസ്മതി തുടങ്ങിയ അരി ഇനങ്ങൾ വാങ്ങി ചോറും ബിരിയാണിയുമൊക്കെ പാചകം ചെയ്യുന്ന അമേരിക്കയിലെ ഇന്ത്യക്കാർ ഇന്ത്യക്കെതിരെ യുഎസ് ചുമത്തിയ താരിഫ് നിരക്ക് പ്രാബല്യത്തിൽ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുതിയ താരിഫ് നിരക്കിനെ തുടർന്ന് ഇന്ത്യൻ ഇറക്കുമതിയായ അരിയുടെ വിലയും വർദ്ധിക്കും. ഇത് ചോറും ബിരിയാണിയുമൊക്കെ പതിവായി കഴിക്കുന്ന അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% താരിഫ് ഏർപ്പെടുത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഓഗസ്റ്റ് 27 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അരിയുടെ വില 50% വർദ്ധിക്കും. ഇതോടെ ഇന്ത്യക്കാർ ഒന്നുകിൽ കൂടുതൽ വില നൽകി ഇന്ത്യയിൽ നിന്നുള്ള അരി വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നോ തായ്ലൻഡിൽ നിന്നോ ഇറക്കുമതി ചെയ്യുന്ന അരി ആശ്രയിക്കേണ്ടി വരും. ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യയേക്കാൾ കുറഞ്ഞ താരിഫ് നിരക്കാണ് യുഎസ് ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം ഏകദേശം 2.5 ലക്ഷം ടൺ അരിയാണ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത്. ഇതിൽ 40% ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സോന മസൂരി അരിയാണ്. ബാക്കി 60% പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന ബസ്മതി അരിയാണ്. സാധാരണ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർ സോന മസൂരി അരിയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ബിരിയാണി പോലുള്ള വിശേഷ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ബസ്മതി അരി ഉപയോഗിക്കുന്നു. നിലവിൽ സോന മസൂരി അരിക്ക് ടണ്ണിന് $900 മുതൽ $1000 വരെയാണ് വില. ബസ്മതി അരിക്ക് $1200 മുതൽ $1300 വരെയാണ് വില. ട്രംപിന്റെ പുതിയ തീരുമാനം നടപ്പായാൽ ഇന്ത്യൻ അരിയുടെ വില കുത്തനെ ഉയരും. ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള അരിയെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. ഇന്ത്യ പ്രതിവർഷം ഏകദേശം 3 ലക്ഷം മെട്രിക് ടൺ ബസ്മതി അരിയാണ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത്. പാകിസ്ഥാൻ ഏകദേശം 1.8 ലക്ഷം മെട്രിക് ടൺ അരിയാണ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത്. പുതിയ നികുതി വരുന്നതോടെ ഇന്ത്യൻ ബസ്മതി അരിയുടെ വില ടണ്ണിന് $1200 നിന്ന് $1800 ഉയരുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം 19% താരിഫുള്ള പാകിസ്ഥാൻ്റെ അരിക്ക് ടണ്ണിന് $1450 ആയിരിക്കും വിലയെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്നുള്ള അരിക്ക് വില കൂടുമ്പോൾ അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് റൈസ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് BV കൃഷ്ണ റാവുവിനെ ഉദ്ധരിച്ച് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ പൂർണ്ണമായ ആഘാതം വരും ആഴ്ചകളിൽ വ്യക്തമാകുമെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യൻ ഇറക്കുമതിക്ക് ആദ്യം 25% താരിഫ് ചുമത്തിയ ട്രംപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് പിഴയായി 25% താരിഫ് കൂടി ചുമത്തിയതോടെയാണ് ഇന്ത്യക്കെതിരായ താരിഫ് നിരക്ക് 50% ഉയർന്നത്. ബ്രസീലിന് 50%, സ്വിറ്റ്സർലൻഡിന് 39%, കാനഡയ്ക്ക് 35%, ജപ്പാന് 15%, ശ്രീലങ്കയ്ക്ക് 20%, പാകിസ്ഥാന് 19%, തായ്ലൻഡിന് 19%, മ്യാൻമറിന് 40%, UK-ക്ക് 10% എന്നിങ്ങനെ നീളുന്നു മറ്റ് രാജ്യങ്ങളിലെ താരിഫ് നിരക്കുകൾ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.